നാം എല്ലാവരും ഒരേ ഈശ്വരൻ്റെ മക്കളാണെന്ന് ഓർമ്മപ്പെടുത്തി ഈശ്വരൻ്റെ സ്നേഹവും സംരക്ഷണവുമാണ് ഈ പവിത്ര രക്ഷാബന്ധനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഹൃദയം നിലച്ചാൽ എല്ലാം നിലയ്ക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു അസുഖത്തിന് ഒരു ഡോക്ടറെയെങ്കിലും സമീപിച്ചവരായിരിക്കും. ആരെങ്കിലും ഉണ്ടോ ഒരു ഡോക്ടറെ അടുത്തും പോകാത്തവർ? എന്തെങ്കിലും ഒരു ചെറിയ അസുഖത്തിന് പോലും നമ്മൾ പോകാറുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ ഭാവന, നമ്മളുടെ ചില ഡോക്ടേഴ്സ് നമ്മളുടെ ഹൃദയത്തിലാണ് സ്ഥാനം പിടിക്കാറ്. അത് നമ്മുടെ മുന്നിൽ അവർ ആ ഒരു ഭാവനയോടെ ഇരിക്കുന്നുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു വിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ഈ രക്ഷാബന്ധൻ മഹോത്സവത്തിന് ഉദ്ഘാടനത്തിനായി എത്തിയിട്ടുള്ളത്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരു ഫോൺ കോളിലൂടെ ഈ ഉദ്ഘാടനം ഭംഗിയായി നിർവഹിച്ചു തരാമെന്ന് നമ്മളോട് സമ്മതിക്കുകയും അതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കണ്ണൂർ ശ്രീചന്ദ് കിംസിലെ ഡോക്ടർ രവീന്ദ്രൻ സാറിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബന്ധനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ കണ്ണൂർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം രാജയോഗിനി ബ്രഹ്മകുമാരി സബിതാ ബഹനാണ്. സബിതാ ബഹൻജിയെ ഞാൻ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മകുമാരീസ് തലശ്ശേരി സെൻറ്റർ ഇൻചാർജ് രാജയോഗിനി ബ്രഹ്മകുമാരി ഗൗരി സിസ്റ്ററെയും ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കണ്ണൂർ പീസ് പാലസ് ചാലാട് സെൻറ്ററിൽ രാജയോഗിനി പ്രിയ ബഹനെയും ഞാൻ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏതൊരു ചടങ്ങും ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ആരംഭിക്കാം ഈശ്വരൻ്റെ ഓർമ്മയിലൂടെ തന്നെ. അതിനുവേണ്ടി ഇവിടെ ദിവ്യഗീതം ആലപിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് കുമാരി ശിവമിത്ര വിപിൻ, കുമാരി നക്ഷത്ര വിപിൻ, കുമാരി തൻവിയ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനമേകും നിറകതിർത്തൂകാൻ. നേരിൻ്റെ പാത തെളിക്കണേ ദേവാ, നീ എന്നുമെന്നിൽ കനിയണേ ദേവാ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിൻ്റെ കൈക്കുമ്പിൽ നീട്ടി ചൊരിയുകനാഥ നിൻ സ്നേഹധാര. ചൊരിയുകനാഥ നിൻ സ്നേഹധാര. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. ഈ ഒരു ദിവ്യഗീതത്തിലൂടെ നമ്മൾ ഈശ്വരൻ്റെ സ്മൃതി ഉണർത്തി തന്ന കുമാരി ശിവമിത്ര വിപിൻ, കുമാരി നക്ഷത്ര വിപിൻ, കുമാരി തൻവിയ, എല്ലാവർക്കും ആശംസകൾ. അടുത്തതായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കലാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ ദാമോദരൻസ് ഐ ക്ലിനിക് കൂത്തുപറമ്പ് സീനിയർ സ്റ്റുഡൻറ്റ്, അതുപോലെ തന്നെ ഡോക്ടർ ഏകദേശം 40 വർഷമായിട്ട്
ഈശ്വരീയ വിദ്യാലയത്തിലെ സ്റ്റുഡൻറ്റും കൂടിയാണ്. രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ടാണ് ഡോക്ടർ കൊണ്ടുപോകുന്നത്. അന്നും ഇന്നും ഡോക്ടർ ഈശ്വരൻ്റെ കുട്ടി തന്നെയാണ്. ഡോക്ടറെ ഞാൻ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓം ശാന്തി. ആദ്യമായി ഞാൻ ഇവിടെ ഉദ്ഘാടന കർമ്മത്തിനെത്തിയിരിക്കുന്ന ഡോക്ടർ രവീന്ദ്രൻ പി അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർ നമ്മൾ വളരെയധികം തിരക്കുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റാണ്. അവർക്ക് സമയം വളരെ കുറവാണെങ്കിലും നമ്മളുടെ സിസ്റ്റേഴ്സ് പോയി പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം സമ്മതിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പിന്നെ ഈ കിംസ് ഹോസ്പിറ്റൽ, അവിടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാർഡിയോളജി, ഇൻ്റർവെൻഷൻ കാർഡിയോളജി ആയിട്ട് ഡോക്ടർ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് വളരെയധികം ഭാഗ്യമാണ് ഡോക്ടറെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിയത്. ഐ വെൽക്കം യു സർ. ഇനി ഇന്നത്തെ വേദിയിലെ ഒരു ആത്മീയ സാന്നിധ്യമാണ് സവിത സിസ്റ്റർ. നമ്മളുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് കോർഡിനേറ്ററായ സവിത സിസ്റ്റർ ഈ വേദിയിലെ ദിവ്യ സാന്നിധ്യം തന്നെയാണ്. അവരെയും ഈ വേദിയിലേക്ക് ഞാൻ വളരെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി നിമിത്ത സിസ്റ്റേഴ്സ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗൗരി സിസ്റ്റർ, തലശ്ശേരി സെൻറ്റർ, പിന്നെ വടകരയിലെ രാധാ സിസ്റ്റർ, ഇവരെല്ലാവരെയും വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കാതോർത്ത് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇവിടെ വന്നിരിക്കുന്ന ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നവരുമായ എല്ലാ ആത്മീയ സഹോദരങ്ങളെയും, എൻ്റെ സ്വീറ്റ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി രക്ഷാബന്ധൻ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. അടുത്തതായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പരിചയം നൽകുന്നതിന് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് കുമാരി ബി കെ ശ്വേത സിസ്റ്ററെ. ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. പരസ്പര വിശ്വാസവും ഏകതയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മെഡിറ്റേഷൻ ഫോർ വേൾഡ് യൂണിറ്റി ആൻഡ് ട്രസ്റ്റ് എന്ന തീമുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു ബൃഹത് സംഘടന രാജയോഗ ധ്യാനാഭ്യാസത്തിലൂടെ വ്യക്തിഗത വികസനത്തിനും അതോടൊപ്പം തന്നെ സമൂഹ നന്മയും എല്ലാം മുൻനിർത്തി പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന, സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന ഒരു ആധ്യാത്മിക സംഘടനയാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. 1936 സ്ഥാപിതമായ ഈ വിശ്വവിദ്യാലയത്തിന് ഇന്ന് 110-ലേറെ രാജ്യങ്ങളിലായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു വരുന്നു. രാജസ്ഥാനിലെ മൗണ്ട് അബു ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന ഇതിൽ തന്നെ ഇപ്പോൾ 8500-ൽ പരം സേവന കേന്ദ്രങ്ങളുമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഒരു NGO എന്ന നിലയിലും ഈ പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രാജയോഗ അഭ്യാസത്തിലൂടെ ആത്മീയ പ്രബുദ്ധത എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഇതിൻ്റെ സഹോദര സംഘടനകളാണ് വേൾഡ് റിന്യൂവൽ സ്പിരിച്വൽ ട്രസ്റ്റ്, ബ്രഹ്മകുമാരീസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, രാജയോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ, റേഡിയോ മധുബൻ കമ്മ്യൂണിറ്റി സൊസൈറ്റി തുടങ്ങിയവ. സമൂഹത്തിലെ പ്രത്യേക വിഭാഗങ്ങളുടെ സേവനത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന രാജയോഗ എഡ്യൂക്കേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ കീഴിൽ തന്നെ 20ഓളം വിങ്സുകൾ പ്രവർത്തിച്ചു വരുന്നു. എഡ്യൂക്കേഷൻ വിങ്, മെഡിക്കൽ വിങ്, അഡ്മിനിസ്ട്രേറ്റർ സർവീസ് വിങ്, ടൂറിസ്റ്റ് വിങ്, ട്രാൻസ്പോർട്ട് വിങ് തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. അനവധി സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ വിശ്വവിദ്യാലയത്തെ തേടി ധാരാളം പുരസ്കാരങ്ങളും വന്നെത്തിയിട്ടുണ്ട്. 1983 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലുമായി
ജനറൽ കൺസൾട്ടേറ്റീവ് പദവി ഈ വിദ്യാലയം കരസ്ഥമാക്കി. 1987 യൂണിസെഫുമായി ജനറൽ കൺസൾട്ടേറ്റീവ് പദവി നേടി. 7 പീസ് മെസ്സഞ്ചർ പുരസ്കാരങ്ങളും കൂടി ഈ വിദ്യാലയത്തിന് സ്വന്തമായിട്ടുണ്ട്. ജാതി മത പ്രായഭേദമന്യാണ് ഇവിടെ സൗജന്യ സേവനങ്ങൾ, അതായത് മെഡിറ്റേഷനും അതുപോലെ തന്നെ സൗജന്യ വിദ്യാഭ്യാസവും എല്ലാം നൽകി വരുന്നത്. 16 സർവകലാശാലയുമായും അതുപോലെ 6 സ്വയംഭരണ കേന്ദ്രങ്ങളുമായും ധാരണാപത്രം ബ്രഹ്മകുമാരീസിനുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആയുഷ്മാൻ മന്ത്രിതല യോഗത്തിലും അവിടെ വിദഗ്ധ യോഗ സമിതിയിലും ഈ വിദ്യാലയം അംഗമാണ്. അങ്ങനെ വിശ്വവ്യാപകമായി പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടനയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി അടുത്തുള്ള സേവന കേന്ദ്രങ്ങളുമായി താങ്കൾക്ക് എല്ലാവർക്കും ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളെല്ലാം കാത്തു നിൽക്കുന്ന ഈ ഒരു മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ്. അതിനുവേണ്ടി ഞാൻ സ്നേഹപൂർവ്വം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രവീന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദീപം വിശ്വദീപം രൂപം ആദിരൂപം ഏകദൈവം ദീപം രൂപം ഏകദൈവം സ്നേഹത്തണൽ മരം തീർക്കുവാനായി ദീപസുമങ്ങൾ വിരിയുകയായി. സ്നേഹത്തണൽ മരം തീർക്കുവാനായി ദീപസുമങ്ങൾ വിരിയുകയായി. ഗുരുമുഖ ദർശനമേറ്റുവാങ്ങാൻ മാനസമുയരുകയായി. ഗുരുമുഖ ദർശനമേകുവാനായി മാനസമുണരുകയായി. ഓം പരിപാവനം ഓം പരിപൂജിതം പരിഹാരയാഗമീ സവിധം. ഓം പരിപാവനം ഓം പരിപൂജിതം പരിഹാരയാഗമീ സവിധം. എന്താണ് ഈ രക്ഷാബന്ധനം? ഇന്ന് ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ ബന്ധനം എന്നത് എല്ലാവർക്കും അത്ര സുഖകരമായിട്ട് തോന്നാറില്ല. കാരണം എല്ലാവരും ഇപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില ബന്ധനങ്ങൾ നമുക്ക് അത്രയധികം സന്തോഷം തരുന്നതാണ്. നമ്മൾ ഒരു രക്ഷാ കവചത്തിനുള്ളിലാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്. നമുക്കറിയാം, ഒരു റോസാപുഷ്പത്തിനെ നമ്മൾ പറിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് ആദ്യം നമ്മൾ ആലോചിക്കുന്നത് അതിന് മുള്ളു കുത്തുക എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു മുള്ളിൻ്റെ ഇടയിലും ആ റോസാപുഷ്പം സുരക്ഷിതമാണ്. അതിനൊരു കവചം തീർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു നമ്മുടെ രക്ഷാബന്ധനവും ഈശ്വരൻ്റെ സ്മൃതിയിലൂടെ, ഈശ്വരൻ്റെ ശക്തിയിലൂടെ എല്ലാ ആശീർവാദങ്ങളും സ്വീകരിച്ച് നമ്മളെല്ലാം ഒരു ഈശ്വരൻ്റെ മക്കളാണെന്ന് ആ ഒരു ആഘോഷത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഈ മഹോത്സവത്തെ നയിക്കുന്നത്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, രക്ഷാബന്ധനം എന്താണ്, അതിൻ്റെ വിശേഷത എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായ രാജ്യോഗി സബിത ബഹൻജിയിൽ നിന്നും. ഓം ശാന്തി. വേദിയിലിരിക്കുന്ന വിശിഷ്ടമായ വ്യക്തിത്വങ്ങളും സദസ്സിലിരിക്കുന്ന ആത്മീയ സഹോദരി സഹോദരന്മാർ, ഇന്ന് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം സഹോദരത്വ ഭാവത്തിനെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ രക്ഷാബന്ധന മഹോത്സവം ആഘോഷിക്കുന്നത്. ഇന്ന് ലോകത്തിൽ 146 രാഷ്ട്രങ്ങളിലും 89 ഇയേഴ്സ് മുതലാണ് ഈ രക്ഷാബന്ധന മഹോത്സവം ആഘോഷിക്കുകയാണ്.
ഈ രക്ഷാബന്ധനം എന്ന് പറയുമ്പോൾ 2 ശബ്ദങ്ങളാണ്. ഒന്ന് രക്ഷ, ഒന്ന് ബന്ധനം. ബന്ധനം എന്ന് പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ബന്ധനം? ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികൾ കൂടി ബന്ധനം ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇന്ന് ലോകത്ത് മനുഷ്യരുടെ അവസ്ഥ ഏത് സമയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒന്നും പറയാൻ സാധിക്കാത്ത ഈ ഒരു ലോകമാണ്. മനുഷ്യർ സത്യമായിരിക്കുന്ന ശാന്തിയോ സുഖത്തിനോ വളരെ ദൂരമായിരിക്കും. കാരണം പരമാത്മയുടെ തിരിച്ചറിവ് ഇല്ലാതെ കൊണ്ടാണ് ഇന്ന് ഈ ലോകത്തിൽ ഒരുപാട് ബന്ധനങ്ങളാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഈ ബന്ധനങ്ങൾ ഉള്ളത് കൊണ്ടും സംബന്ധത്തിന് നമുക്ക് എല്ലാം മറന്നു പോയിരിക്കുന്നു. സർവ്വ സംബന്ധവും ഇല്ലാതായിരിക്കുന്നത് ഈ ബന്ധനങ്ങളിലൂടെയാണ്. ഇന്ന് ഈ ലോകത്തിൽ ആരെങ്കിലും ബന്ധനം ഇല്ലാത്തവരുണ്ട്. എല്ലാവരും പല ബന്ധനത്തിലാണ് കുടുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യണം? ഈശ്വരന് കൊടുക്കണം. അപ്പാണ് നമുക്ക് പല ബന്ധനത്തിൽ നിന്നും മുക്തരാവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരീയ രക്ഷാബന്ധന ഈ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി താങ്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദിവസവും അല്പസമയം ഈശ്വരനോട് നമുക്ക് ബന്ധം വെക്കണം. കൂടുതൽ സമയം നമുക്കില്ല. ഡോക്ടേഴ്സ്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ബിസിയാണ്. 1/2 മണിക്കൂറും 3/4 മണിക്കൂറും നമുക്ക് യോഗ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. 5 മിനിറ്റ് 10 മിനിറ്റായാലും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും ഞങ്ങളുടെ ജീവിതം വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രക്ഷാബന്ധനത്തിന് ദിവസം അവർ റാഖി കെട്ടിത്തരും. ഒരു കളർഫുള്ളായിരിക്കുന്ന ഒരു ചരടായിരിക്കും. കാരണം ഭാരതത്തിൻ്റെ ഇതിഹാസത്തിൽ ചരട് കെട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിലനിൽക്കുന്നുണ്ട്. കുട്ടി ജനിച്ചാൽ 28 ദിവസം ഒരു നൂല് കെട്ടുന്ന ഒരു സമ്പ്രദായമാണ്. ആരെങ്കിലും ഭൂതപ്രേതങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു മന്ത്രിച്ച് ഒരു നൂല് കെട്ടുന്നത് ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായത്തിന് ഇന്ന് നിലനിർത്തിക്കൊണ്ട് വരുന്നതും ഈ സഹോദരത്വ ഭാവത്തിൻ്റെ റാഖി കെട്ടുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ എല്ലാ ചരടിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുന്ന ചരടാണ് സ്വയം ഭഗവാനാണ് നമുക്ക് കെട്ടിത്തരുന്നത്. അപ്പോൾ റാഖി കെട്ടുന്ന സമയത്തിൽ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക, ഇന്ന് മുതൽ എന്ന് ഒരിക്കൽ കൂടി നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കില്ല. മൊത്തത്തിൽ അതിന് പോസിറ്റീവായിരിക്കും. സ്വയം പോസിറ്റീവായിരിക്കും. സ്വയമിൻ്റെ വീട്ടിലത്തെ പോസിറ്റീവ് എനർജി ഉണ്ടാവും. അന്തരീക്ഷത്തിൽ കൂടി പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത്തത് ഒരു തിലക്കമാണ്. അത് ആത്മീയ സ്മൃതിയുടെ തിലക്കമാണ്. ആത്മസ്മൃതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് വിജയത്തിൻ്റെ തിലക്കമാണ്. പിന്നെ ഒരു ചെറിയൊരു സ്വീറ്റ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ ജീവിതം സദാ മധുരമായ ജീവിതമായി മാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്വീറ്റ് തരുന്നത്. പിന്നെ റാഖി കെട്ടിക്കഴിഞ്ഞ ശേഷം സഹോദരന്മാർക്ക് മാത്രമല്ല മൊത്തം ഫാമിലിക്കാണ് ഞങ്ങൾ ഈ രക്ഷാബന്ധന റാഖി കെട്ടുന്നതാണ്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ചെറിയൊരു ബ്ലെസ്സിങ് കാർഡ് കൊടുക്കും. ആ ബ്ലെസ്സിങ്സ് ഭഗവാന്റെ വരദാനമാണ്. നമുക്ക് ആ വരദാനത്തിന് ഞങ്ങളെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിലും വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ സഹോദരനൊക്കെ അഥവാ സഹോദരാത്മാക്കൾക്ക് റാഖി കെട്ടുന്ന സമയത്തിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കും. പണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിലും ഭഗവാന്റെ കാര്യത്തിലേക്ക് സഹയോഗം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ധനത്തിൻ്റെ രൂപത്തിൽ ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നതാണ്. അത് ഈശ്വരീയ കാര്യത്തിലേക്ക് മൗണ്ടബ് യജ്ഞത്തിലേക്ക് പോകുന്ന ഒരു ധനമാണ്. അതുകൊണ്ടാണ് ഈശ്വരീയ ഇന്നത്തെ ഈ രക്ഷാബന്ധനത്തിലും നിങ്ങളെല്ലാവരും ദൃഢപ്രതിജ്ഞ ചെയ്യുവാം, ഇന്ന് മുതൽ ഞാൻ സദാ പവിത്രമായിരിക്കുന്ന ജീവിതമാണ് നയിക്കുന്നത്. ആ പോസിറ്റീവ് എനർജി ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ കൊണ്ടുപോയാലും വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതുകൊണ്ട് സർവർ മനസ്സിലാക്കി തന്നു. കൂടുതൽ പറയുന്നില്ല. നന്ദി, നമസ്കാരം. താങ്ക് യു സവിത സിസ്റ്റർ. നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ രക്ഷാബന്ധന മഹോത്സവത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കി തന്നു. പിന്നെ സവിതാബാനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സുപരിചിതമാണ് ഈ ഒരു മുഖം. സിസ്റ്റർ ഏകദേശം 35 വർഷമായി രാജയോഗ മെഡിറ്റേഷൻ അഭ്യസിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻചാർജാണ്. മീനാക്ഷി സിസ്റ്റർ പോയതിന് ശേഷം 2 വർഷത്തിലധികമായി സിസ്റ്റർ ഇവിടെ നമ്മളെല്ലാവരെയും ഓരോ കുട കീഴിൽ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. താങ്ക് യു സവിതാബാൻ. അടുത്തതായി ഈ ഒരു രക്ഷാബന്ധന മഹോത്സവത്തെക്കുറിച്ച് നമ്മുടെ ഉദ്ഘാടകനായ രവീന്ദ്രൻ ഡോക്ടറിൽ നിന്നും നമുക്ക് 2 വാക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ
പ്രജാപതി ബ്രഹ്മകുമാരീസ് ഇവിടെ സംഘടിപ്പിച്ച രക്ഷാബന്ധൻ ഉദ്ഘാടനം ചെയ്യാനാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷാബന്ധനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇവിടെ സിസ്റ്റർ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഒരു സഹോദരൻ്റെ കയ്യിൽ ഒരു രക്ഷാബന്ധൻ കിട്ടുന്ന വഴി സഹോദരന് ഒരാപത്തും വരാതെ ഇരിക്കാനാണ് അതിൻ്റെ സഹോദരി ഉദ്ദേശിക്കുന്നതെങ്കിലും സഹോദരിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് ഈ രക്ഷാബന്ധൻ. അപ്പോൾ സിസ്റ്ററുടെ പറഞ്ഞ മാതിരി ബന്ധങ്ങളൊക്കെ അറ്റുപോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരാളുടെയും നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടും ഉള്ള ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്താനാണ് ഇതുപോലെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പം ഈ രക്ഷാബന്ധൻ ചടങ്ങ് ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു ഡോക്ടർ. ഒരു വ്യക്തിക്കും ഒരു കാലവും മറ്റൊരാളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ ഈശ്വരൻ നൽകിയ സംരക്ഷണതയിലൂടെ ശുദ്ധ വികാരങ്ങൾ സൃഷ്ടിച്ച് ഈ സന്ദർഭത്തിൽ നമുക്കും പ്രതിജ്ഞയെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ പ്രിയ സിസ്റ്ററെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓം ശാന്തി. വേദിയിൽ അലങ്കൃതരായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ രവീന്ദ്രൻ സർ, അതുപോലെ തന്നെ കണ്ണൂർ ബ്രഹ്മകുമാരീസിൻ്റെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന രാജയോഗിനി സവിതാ ബെഞ്ചി, കണ്ണൂരിൻ്റെ ഇപ്പോഴത്തെ സീനിയർ മോസ്റ്റ് ആയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും നമ്മൾ സിസ്റ്റേഴ്സിൻ്റെ, പ്രത്യേകിച്ച് നമ്മളെല്ലാ സറണ്ടർ സിസ്റ്റേഴ്സിൻ്റെ വഴികാട്ടിയായ നമ്മുടെ പ്രിയങ്കരിയായ രാജയോഗിനി ഗൗരി ബെഞ്ചി, ഇന്നെനിക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യമാണ് ഈ ഒരു, നേരത്തെ എല്ലാവരും രക്ഷാബന്ധനത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതോടൊപ്പം തന്നെ സാറിന് തിരക്കുമുണ്ട്. എന്നിരുന്നാലും 2 മിനിറ്റ് നേരം ഞാൻ എടുക്കുകയാണ്. കാരണം ആഗസ്റ്റ് മാസം എന്ന് ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ആഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഈ ഒരു ബ്രിട്ടീഷരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ ഈശ്വരീയ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ഭക്തിമാർഗം നോക്കുമ്പോൾ ഈ ഒരു മാസം പുണ്യം സമ്പാദിക്കാനുള്ള മാസമാണ് അല്ലേ? ആണോ അല്ലയോ? ആണ്. എന്ത് മാസം? രാമായണ മാസം, കർക്കിടക മാസം. അതുകൊണ്ട് എല്ലാ വീടുകളിലും, സ്പെഷ്യലി അമ്പലങ്ങളിൽ എല്ലാ അമ്മമാർ പ്രത്യേകിച്ച് രാമായണം വായിക്കുന്നതാണ്. പക്ഷേ ഈ മാസം കഴിഞ്ഞ് രാമായണ മാസം കഴിഞ്ഞതോടെ രാമായണം ബുക്ക് അടച്ചു വെച്ച് വീണ്ടും യുദ്ധത്തിന് പുറപ്പെടുന്ന സമയമായി മാറും അല്ലേ? പക്ഷേ നമുക്ക് ഈ ഒരു ദിവസം നമുക്കതിനു വേണ്ടി കുറിച്ച് വയ്ക്കാം. യുദ്ധം ഒരിക്കലും പുറത്തേക്കല്ല, യുദ്ധം നമ്മുടെ ഉള്ളിലുള്ളതിനെ നേരത്തെ സിസ്റ്ററും പറഞ്ഞു, ഡോക്ടറും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഈ ഒരു മധുരമായിരിക്കുന്ന ബന്ധനത്തെ മനസ്സിൽ ബന്ധിപ്പിക്കുക. ചരട് കയ്യിലാണ്, പക്ഷെ നമ്മൾ ബന്ധിപ്പിക്കേണ്ടത് മനസ്സിലാണ്. മനസ്സിൽ എന്ത് ബന്ധനമായിരിക്കണം? ദൃഢതയുടെ ബന്ധനം. നമ്മൾ ഇന്ന്, നാളെ, നാളത്തേക്ക് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളിലെയും ഞാൻ ഇന്ന് എന്നുള്ളത്, ഈ നിമിഷം എന്നുള്ളത് ദൃഢത തൻ്റെ ഉള്ളിൽ ഉറപ്പിക്കാം. കാരണം ഇന്ന് നമുക്ക് എല്ലാ രക്ഷകളും നമുക്ക് പുറമെ കിട്ടും. ഇപ്പോൾ ഒരു തീ പിടിച്ചാൽ ഫയർഫോഴ്സ് എത്തും, മഴ വന്നാൽ കുട പിടിക്കാം, വാട്ടർ പ്രൂഫ് ഉണ്ട്, ബുള്ളറ്റ് പ്രൂഫ് ഉണ്ട്, അതുപോലെ തന്നെ ഫയർ പ്രൂഫ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള പ്രൂഫുണ്ട്. ഇല്ലാത്തൊരു പ്രൂഫാണ് നമ്മുടെ ഈ മനസ്സിനെ എല്ലാത്തിൽ നിന്നും എങ്ങനെയാണ് രക്ഷിച്ച് വെക്കേണ്ടത് എന്നുള്ളത്. അത് പുറമേ നിന്നും ഒരു പ്രൂഫും കിട്ടുകയില്ല. ലീക്ക് പ്രൂഫ് വരെയുണ്ട്. പക്ഷേ ഈ മനസ്സിൻ്റെ ലീക്കിനെ നമ്മൾ ഇല്ലാണ്ടാക്കണം. പുറമേ നിന്ന് വരുന്നതിനെയും മനസ്സിൽ തട്ടാതിരിക്കാൻ വേണ്ടി അത് സൂക്ഷിക്കാൻ നമുക്ക് കാവൽക്കാരന് ആരും വെക്കാൻ പറ്റുകയില്ല. ഇനി CCTV ക്യാമറയും വെക്കാൻ പറ്റില്ല. അതിന് ഞാൻ തന്നെ എന്തായി മാറണം? ഒരു ക്യാമറമാനായി മാറണം, ക്യാച്ച്മാനായിട്ട് മാറണം, വാച്ച്മാനായിട്ട് മാറണം. കാരണം ഞാൻ പിടിക്കേണ്ടത് എൻ്റെ മനസ്സിനെയാണ്. അപ്പോൾ 10:30 മണിയായി. നമ്മുടെ മനസ്സിന് ട്രാഫിക് കൊടുക്കാനുള്ള സമയമാണ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ. ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിന് എങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാം? ഞാൻ എന്നോട് എടുക്കേണ്ട പ്രതിജ്ഞയാണ്. അതോടൊപ്പം തന്നെ മെഡിറ്റേഷനിലേക്ക് നമുക്ക് പോകാം. അതുകൊണ്ട് എല്ലാവരും നിൽക്കുക. ടോട്ടലി നിങ്ങൾ റിലാക്സായി 2 ബാഹ്യ കണ്ണുകളെ, നേത്രങ്ങൾ അടച്ചു വയ്ക്കുക.
റൈറ്റ് ഹാൻഡ് മുന്നിൽ ഈശ്വരൻ്റെ മുന്നിൽ ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണെന്ന രൂപത്തിൽ നിൽക്കാം. റിയൽ നേത്രം കൊണ്ട് അകക്കണ്ണിലൂടെ ഞാൻ എന്നെ റിയലൈസ് ചെയ്യുകയാണ്. ഞാൻ ഈ ബാഹ്യമായി കാണുന്ന ശരീരമല്ല, ഇരുപുരികമധ്യേ പ്രകാശിക്കുന്ന സത്യവും നിത്യവും ചൈതന്യവുമായ ആത്മാവാണ്. ഫസ്റ്റ് തോട്ട്, ഞാൻ അനശ്വര ചൈതന്യമായ ആത്മനക്ഷത്രമാണ്. ഈ ദേഹത്തിൻ്റെ അധികാരിയും അധിപനുമാണ്. ഫീൽ ചെയ്യുക ദ പവർ. സെക്കൻഡ് തോട്ട്, ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ നാഥനായ ഞാൻ ആത്മാവിൻ്റെ യഥാർത്ഥ പരംപിത, ആ പരമാത്മാവിൻ്റെ പ്രിയ സന്താനമാണ് ഞാൻ. ഈശ്വരൻ സദാ ദയാസാഗരനാണ്, മംഗളകാരിയാണ്. അതുപോലെ ഞാൻ സദാ സർവരുടെ പ്രതിയും, ഞാൻ എൻ്റെ പ്രതിയും ദയയുള്ളവനും നന്മയുടെ ഭാവനയുള്ളവനുമായിരിക്കും. മിത്രങ്ങളായാലും ശരി, ശത്രുക്കളാണെങ്കിലും ശരി, എൻ്റെ കുടുംബത്തിലുള്ളവരാണെങ്കിലും ശരി, എൻ്റെ അയൽവക്കക്കാരനാണെങ്കിലും ശരി, ഏത് ജാതി, ഏത് മതം, ഏത് രാഷ്ട്രീയക്കാരനുമായിരിക്കട്ടെ, എൻ്റെ ഉള്ളിൽ ഒറ്റ ഭാവന, അവരും എൻ്റെ സഹോദരമാണ്, സർവേശ്വരൻ്റെ സന്താനമാണെന്നുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന കാഴ്ചപ്പാട്. 3, ഞാൻ ദേവഗുണമുള്ള, ദേവതാ സംസ്കാരമുള്ള സനാതനധർമ്മത്തിൻ്റെ താഴ്ത്തടിയാണ്. ഈ നിമിഷം മുതൽ എൻ്റെ മനസ്സിനൊരു പളങ്ക് പാത്രം പോലെ സൂക്ഷിക്കും. ഒരു തരത്തിലുള്ള അശുദ്ധതയും വെറുപ്പ്, വിദ്വേഷം, ആർത്തി, ഇതൊന്നും തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയില്ല. 4ാമത്തെ പോയിൻ്റ്, സദാ ഞാനൊരു അണയാ ജ്യോതിയായി എൻ്റെ സ്മൃതിയിൽ ഞാനൊരു പോസിറ്റീവ് എനർജിയാണ്, ഞാനൊരു പീസ്ഫുൾ എനർജിയാണ്, ഞാനൊരു പവർഫുൾ എനർജിയാണ്. ഈ സ്മൃതി എന്നും തെളിഞ്ഞിരിക്കും. ഓം ശാന്തി, ശാന്തി, ശാന്തി. ഓം ശാന്തി. താങ്ക് യു. എല്ലാവരും ഇരിക്കും. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി വിശിഷ്ട വ്യക്തിത്വത്തെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനായി വിശിഷ്ട വ്യക്തിത്വത്തിന് രാഖി കെട്ടുന്നതിനും ആദരിക്കുന്നതിനുമായി ഞാൻ BK ഗൗരി സിസ്റ്റർ, BK സബിത സിസ്റ്റർ, BK പ്രിയ സിസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശാന്തി. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനാണ് നമ്മുടെ ഡോക്ടർ. പലരും നിങ്ങൾ ഡോക്ടറിൻ്റെ പേഷ്യൻ്റ് ഉണ്ടാകാം, അല്ലാതിരിക്കാം. എന്നിരുന്നാലും പയ്യന്നൂർക്കാരനായിരിക്കുന്ന ഈ പ്രിയങ്കരനായിരിക്കുന്ന നമ്മുടെ ഡോക്ടർ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുകയും, നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പ് നിലച്ചാൽ തന്നെ നമ്മുടെ ജീവിതം നിലച്ചു. ഈശ്വരൻ അത്തരത്തിലുള്ളൊരു കഴിവ്, കാരണം എല്ലാവർക്കും ഡിഗ്രീസ് നേടാം, MBBS നേടാൻ, പക്ഷേ
എല്ലാവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടുക അത് എല്ലാവർക്കും സാധ്യമല്ല. ഏതുപോലെ ആഹാരം പാചകം ചെയ്യുമ്പോൾ ഒരു കൈപ്പുണ്യമുണ്ട്. എല്ലാവർക്കും ഉപ്പിട്ടാലും ഉപ്പ് ഏറും കൂടും കുറയും. പക്ഷേ അതേപോലെ തന്നെയാണ് ഡോക്ടേഴ്സ്. നമുക്കിവിടെ 2 ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ഡോക്ടേഴ്സ് എല്ലാവർക്കും ഒരു കഴിവ്, 2 ഭാവനയുണ്ട്. ഒന്ന് അർപ്പണ മനോഭാവത്തോടു കൂടി ഒരു രോഗിയെ പരിചരിക്കുക. മരുന്നിനേക്കാളും ഏറ്റവും കൂടുതൽ ആ രോഗിയുടെ രോഗം മാറ്റുന്നത് അവരുടെ സാന്നിധ്യം, അവരുടെ വാക്കുകൾ, അവരുടെ പെരുമാറ്റമാണ്. അപ്പം അത്തരത്തിലുള്ളൊരു മൂർത്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച ഈ ഒരു സമയത്ത് നമ്മുടെ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ആദരിക്കലും അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് എല്ലാവരും അവർക്ക് രക്ഷാബന്ധിക്കുന്നതായിരിക്കും. പരമോന്നത പരിപാവന മന്ത്രം പരമപിതാവരുളിടുകയായി സോദരരായി നാം ഏകപിതാവിൻ രക്ഷാകവചമണിഞ്ഞവരായി പരമോന്നത പരിപാവന മന്ത്രം പരമപിതാവരുളിടുകയായി സോദരരായി നാം ഏകപിതാവിൻ രക്ഷാകവചമണിഞ്ഞവരായി രിസനിരി ഗരിസഗ മഗരിമാ പഗരിഗ സരിസ രിസനിരി ഗരിസഗ മഗരിമാ പഗരിഗ സരിസ. ദേവഗുണങ്ങൾ നിറഞ്ഞവരാകാൻ അസുരവികാരം വെടിയാൻ ശ്രീമതമെന്നൊരു പുതുനിയമത്തിൽ ദേവകുലം പണിയാനായി ആരവമില്ലാതാരാവലിയിൽ ആദിമഹസ്സരുളിടുകയായി സോദരരായി നാം ഏകപിതാവിൻ രക്ഷാകവചമണിഞ്ഞവരായി പരമോന്നത പരിപാവന മന്ത്രം പരമപിതാവരുളിടുകയായി സോദരരായി നാം ഏകപിതാവിൻ രക്ഷാകവചമണിഞ്ഞവരായി പാവനമായൊരു ബോധമുണർന്നു പരിപൂർണതയെ പുൽകാൻ പരമാത്മാവിൻ പരിലാളനകൾ നേടി വളർന്നു. ഓം ശാന്തി.
ഇവിടെ നമുക്കിടയിൽ ഡിസ്ട്രിക്റ്റിൽ എ ഗ്രേഡ് നേടിയിരിക്കുന്ന ഒരു കവിത ചൊല്ലിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു കവിത കേട്ട് നെക്സ്റ്റ് നമുക്ക് രാഖി കെട്ടുന്ന ചടങ്ങിലേക്ക് കിടക്കാം. കുട്ടിയുടെ പേര് ശിവമിത്ര വിപിൻ, കുമാരി ശിവമിത്ര വിപിൻ. തോറ്റ കുട്ടി പുറത്തേക്കിറങ്ങി, തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു, കാറ്റിലേക്ക് കുടയും കൊടുത്തു, തുണ്ടു പെൻസിൽ എറിഞ്ഞു കളഞ്ഞു, കണ്ട കാട്ടുവഴിയിൽ നടന്നു, തൊട്ടുമില്ലേ വിളിച്ച പോൽ തോന്നി, തൊട്ടടുത്തു പിറകിൽ വന്നാരോ, തിത്തിരി പക്ഷി മൂളിയതാവാം, കൊച്ചു തുമ്പിയോ മൈനയോ ആവാം, കാട്ടുവള്ളിയിൽ തൂങ്ങിക്കുതിച്ചു, കാട്ടിലേക്ക് അവൻ ചെന്നുപോൽ, പിന്നെ പൂത്ത മുല്ലതൻ സൗരഭം നീന്തും കാറ്റവനൊരു പാട്ടുപോൽ തോന്നി, പൂക്കളത്രയും വാക്കുകൾ പായും കാട്ടരുവികളഗാനം, രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നീർത്തിവച്ചൊരു പുസ്തകമായി, തോറ്റ കുട്ടിയെ തോളത്തു വച്ചു, പൂത്തു നിന്നു മരതകക്കുന്ന്, തോൽക്കുകില്ല നീ എന്നെ പറഞ്ഞ് കാത്തു നിൽക്കുന്നൊരമ്പിളിത്തെല്ല്, തോൽക്കുകില്ല നീ എന്നെ പറഞ്ഞു കാത്തു നിൽക്കുന്നൊരമ്പിളിത്തെല്ല്, കാത്തു നിൽക്കുന്നൊരമ്പിളിത്തെല്ല്. നന്ദി. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഞാൻ ഡോക്ടർ മൈഥിലി അവരുകളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. എല്ലാവരും തിരക്കാണ്, എന്നാലും ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഐറ്റമായ വോട്ട് ഓഫ് താങ്ക്സിൽ എത്തിയിരിക്കുകയാണ്. രവീന്ദ്രൻ ഡോക്ടറാണ് ഇന്ന് ഉദ്ഘാടനം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലത്തെ ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. അത് ഡോക്ടർ അഞ്ചരക്കണ്ടിയിൽ കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മട്ടന്നൂരുള്ള അധിക പേരും അവിടെ ചെക്കപ്പിന് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു രോഗി, അതായത് കാർഡിയാക് ചികിത്സ ചെയ്യുന്ന ഒരു രോഗി, പേര് ചിരുതൈ. ആ അമ്മ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ എൻ്റെ ഒ പിയിൽ വന്നു. വയസ്സെത്രയാണെന്നറിയാം, 95. അവർ നടന്ന് തന്നെ വന്നത്, അവരുടെ മക്കൾ കൂട്ടിയിട്ട് വന്നത്. അതിന് മുമ്പേയൊക്കെ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും കൂട്ടിയിട്ടാണ് കാണിക്കാൻ വരാറ്. ഇന്നലെ അവരെ മക്കൾ കൊച്ചുമകനും കൂടി കൂട്ടിയിട്ടാണ് അവരെ കൂട്ടിയിട്ട് വന്നത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടോ എന്ന്. അവരെൻ്റെ പേരത്ര ഓർമ്മിച്ചില്ല, വേറെ ഒരു സിസ്റ്ററിൻ്റെ പേരെല്ലാം ഓർമ്മ വന്നത്. കുറച്ച് മെമ്മറി ലോസ് വന്നു കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡോക്ടറെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. കാരണം എപ്പോഴും ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും കൊണ്ടാണ് അവർ വരാറ്. അപ്പോൾ ഡോക്ടറെ പേര് അവർക്ക് വേഗം ഓർമ്മ വന്നു, രവീന്ദ്രൻ ഡോക്ടറെ. അപ്പോൾ ആ മെമ്മറി ലോസിലും കൂടി അവർക്ക് ആ പഴയ ഒരു ഓർമ്മ അവരുടെ നിലനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടർ ഇങ്ങനെ ഇന്ന് വന്നപ്പോൾ ഡോക്ടർ ആ കാര്യം ഞാൻ ഓർമ്മിച്ചതുകൊണ്ട് പറയാണ്. അപ്പോൾ ഇന്ന് വാസ്തവത്തിൽ ആ ഡോക്ടർക്ക് എന്തോ ഒരു വിശേഷതയുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ഇന്നിവിടെ എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ അവരുടെ കാൽവെപ്പ് ഇവിടെ വെക്കാനുള്ള ഒരു വിശേഷതയുള്ളത് കൊണ്ടായിരിക്കും അത് പ്രാപ്തമായത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് കടക്കാം, വോട്ട് ഓഫ് താങ്ക്സിലേക്ക്. ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി നടന്നു. ഇതിൻ്റെ പേരും തന്നെ അറിയാലോ, പവിത്ര ശ്രീ രക്ഷാബന്ധനം. അപ്പം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഏത് തരത്തിലുള്ള ബന്ധനാണെന്ന്, അല്ലേ? ഒരു സ്വീറ്റ് ബന്ധനാന്ന് പറഞ്ഞു. ശ്രീ എന്ന് പറഞ്ഞാൽ ആരാന്ന് വാസ്തവത്തിൽ ഇവിടെ സർവശ്രേഷ്ഠനായ ശ്രീ പരമാത്മാവ് നൽകിത്തരുന്ന രക്ഷയാണ്. ഇന്ന് എല്ലാവർക്കും ഉണ്ടല്ലോ, പല പ്രസ്ഥാനങ്ങളിൽ കൂടി ഈ രക്ഷാബന്ധനം കെട്ടിക്കൊടുക്കുന്നുണ്ട്.
പക്ഷേ ഈ ബ്രഹ്മകുമാരീസിൻ്റെ രാഖിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊരു നല്ല കളർഫുള്ളായിരിക്കും, കുറച്ച് ബാബയുടെ ഫോട്ടോയും എല്ലാം ആയിട്ട് നല്ല രസമാണ് കാണാൻ. അതുകൊണ്ട് എല്ലാവർക്കും ബ്രഹ്മകുമാരീസിൻ്റെ രാഖിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രക്ഷ എന്താ നൽകുന്നത്? നമുക്ക് പവിത്രതയും നൽകുന്ന നമ്മുടെ ഒരു പ്രൊട്ടക്ഷനാണിത്, അല്ലേ? പിന്നെ പ്രധാനമായിട്ട് ഭഗവാന്റെ പരംപിത പരമാത്മാവിൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ കൂടിയാണ് നമുക്ക് ഈ രക്ഷ കെട്ടിത്തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഡോക്ടർ രവീന്ദ്രൻ സാറിൻ്റെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആ വ്യക്തിക്ക് ഈശ്വരൻ്റെ പേരിലും ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനത്തിൻ്റെ ഈ പേരിൽ നമ്മുടെ എല്ലാ ഈശ്വരീയ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ പേരിലും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ കോർഡിനേറ്ററായ നമ്മുടെ പ്രിയങ്കരിയായ സവിതാ ബഹൻജി ഈ രക്ഷാബന്ധനെ പറ്റി ഒരു ചെറിയ വ്യാഖ്യാനം നമുക്ക് വാസ്തവത്തിൽ തന്ന് മനസ്സിലാക്കി, നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അവർക്കും കൂടി ഞാൻ ഈ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും നാം എല്ലാ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഇവിടെ നമ്മുടെയൊക്കെ എല്ലാവരെയും സ്വാഗതം ചെയ്ത നമ്മളുടെ ഡോക്ടർ വസന്തയെ എന്നെക്കാൾ കുറച്ച് 2-3 മാസം മുമ്പേ ഇവിടെ എത്തിപ്പെട്ടതാണ് ഡോക്ടർ വസന്ത. എന്നെയും പിടിച്ചു കൊണ്ടുവന്നത് അവർ തന്നെയാണ്. വാസ്തവത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്, എൻ്റെ ലൗകിക ഫാമിലിയിലേക്ക് വരാൻ വസന്ത ഡോക്ടർ വരാൻ നിമിത്തമായത് ഞാനാണ്. അതേ സമയം ഈ ഈശ്വരീയ ഫാമിലിയിലേക്ക് ഞാൻ വരാൻ നിമിത്തമായത് ഡോക്ടർ വസന്തയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വരുന്ന ഒരു 2 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഒരു 33-34 വർഷമായി നമ്മൾ ഈ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ബാബയുടെ കൈപിടിച്ചുകൊണ്ട് രണ്ടാളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വസന്ത എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചതിൽ വളരെ സന്തോഷം. അവർക്കും ഞാൻ ഈശ്വരീയ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഇൻട്രൊഡക്ഷൻ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷൻ നൽകിയ സിസ്റ്റർ ശ്വേത ബഹൻജിക്കും ഞാൻ ഈശ്വരീയ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ നമുക്ക് ഒരു പ്രതിജ്ഞ ചെയ്യിപ്പിച്ച നമ്മുടെ ഈ കണ്ണൂർ സെൻറ്റർ, അതായത് പീസ് പാലസിൻ്റെ പ്രതിനിധിയായി നമ്മളെയൊക്കെ ഉയർത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയങ്കരിയായ സിസ്റ്റർ പ്രിയ സിസ്റ്റർക്കും എൻ്റെ അകമഴിഞ്ഞ ഈശ്വരീയ പ്രസ്ഥാനത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഇതിനെ കോർഡിനേറ്ററായിട്ട് ഇവിടെ പ്രവർത്തിച്ച സിസ്റ്റർ അനിത സിസ്റ്റർക്കും ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും ഈ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ നമ്മുടെ ബ്രാഹ്മണ പരിവാരത്തിലുള്ള എല്ലാ മക്കൾക്കും, ഭഗവാന്റെ മക്കളാണ് എല്ലാവരും, നമ്മളെല്ലാവരും ആത്മരൂപത്തിൽ സഹോദരന്മാരാണ്. അപ്പോൾ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഇവിടെ സന്നിഹിതരായതിൻ്റെ പേരിൽ വളരെയധികം സന്തോഷത്തോടും അകമഴിഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഓം ശാന്തി. കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ മറ്റെല്ലാ സെൻറ്റേഴ്സിലെ സിസ്റ്റേഴ്സ്, തലശ്ശേരിയിൽ നിന്ന് ഗൗരി സിസ്റ്റർ, വടകരയിൽ നിന്ന് രാധാ സിസ്റ്റർ, തളിപ്പറമ്പിൽ നിന്ന് സൗമ്യ സിസ്റ്റർ, എല്ലാവരും ഇവിടെ, പിന്നെ ഗ്രീഷ്മ സിസ്റ്റർ, എല്ലാവരും ഇവിടെ ഈ ഒരു രക്ഷാബന്ധ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങിലെത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ വളരെയധികം സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ എല്ലാം ഇവിടെ ഈ സെൻറ്ററിൽ നമുക്ക് വാസ്തവത്തിൽ സിസ്റ്റർ പ്രത്യക്ഷമായിട്ട് കാണില്ല, എപ്പോഴും കിച്ചണിലായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രധാനമായിട്ട് വേണ്ടുന്നൊരു ഭക്ഷണ സാധനം ഒരുക്കി തരുന്ന നമ്മുടെ മിനി സിസ്റ്റർ എല്ലാവരും വിട്ടുപോകാൻ പാടില്ല. മിനി സിസ്റ്ററിനും കൂടി ഞാൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ക്ഷമിക്കണം.
എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. ഓം ശാന്തി.
दिव्य गुणों से सजी सजाई भैया राखी बहना लाई, राखी बहना लाई, राखी बहना लाई। अव्यक्त मोतियों से जड़ी पवित्र धागों से बनाई, राखी बहना लाई, राखी बहना लाई। दिव्य गुणों से सजी सजाई भैया राखी बहना लाई, राखी बहना लाई, राखी बहना लाई। और दादा की करेगी रक्षा भैया तेरी यही राखी। ये सौगात है बाप और दादा की, करेगी रक्षा भैया तेरी यही राखी। करना तुम संभाल इसकी जन्मों बाद ये राखी पाई, राखी बहना लाई, राखी बहना लाई। दिव्य गुणों से सजी सजाई भैया राखी बहना लाई, राखी बहना लाई, वो राखी बहना लाई। सर्वगुण संपन्न बनाए, सूक्ष्म आकारी फरिश्ता यही बनाए। ये राखी सर्वगुण संपन्न बनाए, सूक्ष्म आकारी फरिश्ता यही बनाए। जो बांध ले भैया ये राखी करता है वो अनोखी कमाई, राखी बहना लाई, राखी बहना लाई। दिव्य गुणों से सजी सजाई भैया राखी बहना लाई, राखी बहना लाई, राखी बहना लाई। इस राखी की चमक अलौकिक रूहानी, जो बांधे वो आत्मा बन जाए महादानी। इस राखी की चमक अलौकिक रूहानी, जो बांधे वो आत्मा बन जाए महादानी। शक्ति के सागर की शक्ति भैया इस राखी में समाई, राखी बहना लाई, राखी बहना लाई।
भैया राखी बहना लाई, राखी बहना लाई, राखी बहना लाई। अव्यक्त मोतियों से जड़ी पवित्र धागों से बनाई, राखी बहना लाई, राखी बहना लाई। दिव्य गुणों से सजी